പ്രേക്ഷകരെ നമുക്കറിയാലോ മുരുക ഭക്ത സംഗമം അനഘ അത് നടക്കാൻ പോവുകയാണ്. അതെ, യെസ്, അന്താരാഷ്ട്ര മുരുക ഭക്ത മഹാസംഗമത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഹിന്ദുധർമ്മ പരിഷത്തിന്റെയും അതുപോലെ മഹാലിംഗ ഘോഷയാത്ര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. LMRK ക്യാപ്റ്റൻ രജിത് കുമാർ അവരുടെ അടക്കം നേതൃത്വം നൽകുന്ന മുരുക പൂജകളും ഭജനകളും ഭക്തിഗാന സുധകളുമെല്ലാം 3 ദിവസം നീളുന്ന ഈ മുരുക സംഗമത്തിന്റെ ഭാഗമാകും. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഒരു പാക്കേജ് ഉണ്ട്. മുരുകഭക്തിയിലൂടെ ആത്മീയ ഉണർവും ഐക്യവും എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസം നീളുന്ന അന്താരാഷ്ട്ര മുരുക ഭക്തജന മഹാസംഗമം സംഘടിപ്പിക്കുന്നത്. LMRK ക്യാപ്റ്റൻ രജിത് കുമാർ ജി, പഴനി ഭോഗർ പുലിപ്പാണി മഠാധിപതി ശ്രീമദ് ശിവാനന്ദ പുലിപ്പാണി സ്വാമികൾ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന മുരുക പൂജകൾ, ഹോമങ്ങൾ, കാവടികൾ, സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പ്രമുഖ വ്യക്തികളുടെയും പ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം ഇന്നു മുതൽ 3 ദിവസം അനന്തപുരിയെ മുരുകഭക്തിയിലാഴ്ത്തും. നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജന, വയലിൻ വിസ്മയം ഗംഗാശശിധരന്റെ പ്രകടനം, കണ്ണൻജി നാഥ് നേതൃത്വം നൽകുന്ന സംഗീത സന്ധ്യ എന്നിവയും മുരുക സംഗമത്തിന്റെ ഭാഗമാണ്. ഹിന്ദുധർമ്മ പരിഷത്തിന്റെയും മഹാലിംഗ ഘോഷയാത്ര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത്. മുരുക പൂജകളും ഭജനകളും ഭക്തിഗാന സുധകളുമെല്ലാം 3 ദിവസം നീളുന്ന മുരുക സംഗമത്തിന്റെ ഭാഗമാകും. ജനം, തിരുവനന്തപുരം. വിവരങ്ങളുമായി നമ്മളുടെ സ്വന്തം വീണ തലസ്ഥാനത്ത് നിന്ന് സജീവമായി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വീണ ചേരുന്നുണ്ട്. വീണ, അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം നടക്കുകയാണ്. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ, എന്തൊക്കെ സജ്ജീകരണങ്ങൾ, എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ സംഗമത്തിനുള്ളത്? വീണ. അശ്വതി, അനഘ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് അങ്ങനെ ഭക്തിസാന്ദ്രമായിട്ടുള്ള 3 ദിവസങ്ങൾക്കായിരിക്കും ഇനി സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മുരുക സംഗമത്തിൻ്റെ ആദ്യ ദിനമാണിന്ന്. ആദ്യ ദിവസത്തെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും പൂജകളും ഒക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കുക. ഒപ്പം തന്നെ നിരവധി ഭക്തരായിരിക്കും ഈ അന്താരാഷ്ട്ര മുരുക സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇനി അനന്തപുരിയിലേക്ക് എത്തുക. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജനയടക്കം ഇന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല വയലിൻ മാന്ത്രിക തീർക്കുന്ന കൊച്ചുമിടുക്കി ഗംഗയുടെ വിസ്മയം ഇവിടെ അരങ്ങേറും. എനിക്ക് പിന്നിലായി കാണാൻ സാധിക്കും, ഇതാണ് ആ ഒരു സ്റ്റേജും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കങ്ങളിലൂടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ, അതായത് സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭക്തി സംഗമമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരായിരിക്കും എത്തുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രതിനിധി, ഒപ്പം തന്നെ പൂജപ്പുരയിലെ മൈതാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പൂജപ്പുരയിലെ സരസ്വതി ക്ഷേത്രത്തിനോട് സമീപത്തുള്ള മൈതാനത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘാടകരെ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനിയിപ്പോൾ വൈകുന്നേരത്തുള്ള പരിപാടി, രാവിലെ നേരത്തെ പറഞ്ഞ മാതിരി ഗണപതി ഹോമം കഴിഞ്ഞു. അതുമാതിരി തന്നെ നമ്മൾ 9 മണിക്ക് നമ്മുടെ വേൽ ഇവിടെ വരും. 6 ക്ഷേത്ര പൂജിച്ച വേൽ ഇവിടെ വരും. ആ വന്നു കഴിഞ്ഞാൽ ഒരു ഘോഷയാത്രയായിട്ട് വേൽ ഇതിനകത്ത് ഒരു 10-10 ആകുമ്പോഴേക്കും കയറും. പിന്നെ മെയിനായിട്ട് 4 മണിയാകുമ്പോൾ നമ്മുടെ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം 6-6:15 6:30 തന്നെ നമ്മളെ ഭജൻസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മൾ പൂജപ്പുരയെ സംബന്ധിച്ചോളം നമ്മൾ ഇതുവരെ കാണാത്ത രീതി ചരിത്ര വിജയമായിരിക്കും അത്. കാരണം ഈ ഭജൻസ് എന്ന് പറയുന്ന നമ്മൾ ഒരു 5000 പേര് വരുന്നുണ്ടെങ്കിൽ അതൊരു 4500ഓളം സ്ത്രീകളായിരിക്കും. കാരണം ഇത്രയും ഒരു ജനം ഈ ഭജൻസ് കേൾക്കാൻ വേണ്ടി. അതുമാതിരി നാളെ നടക്കുന്ന നമ്മൾ ആ കൊച്ചു കുട്ടിയുടെ മാന്ത്രിക വിസ്മയം തീർക്കുന്ന വയലിൽ നിൽക്കുന്ന ഗംഗാശശിധരൻ്റെ ഇതുണ്ട്. അതുമാതിരി മറ്റന്നാൾ കണ്ണൻ ഭജൻസ് ഉണ്ട്. തീർച്ചയായിട്ടും പൂജപ്പുര 3 ദിവസം ഒരു ഭക്തി ലഹരിയിലോട്ട് പോവും. തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട്, കാരണം KICB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരുടെയും ഒരു സഹകരണമുണ്ട്. അതേമാതിരി നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒത്തൊരുമയോടെ, കാരണം വലിയൊരു കൂട്ടായ്മയാണ്. ഇതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. ഗോപാൽജി അടക്കമുള്ള ഗോപാൽജിയുടെ നേതൃത്വം നടക്കുന്ന ഈ സംഭവത്തിന് എല്ലാ ജനങ്ങളും ഒരുമിച്ച്, സത്യസായി ട്രസ്റ്റ് എല്ലാവരും ഉണ്ട്. വലിയൊരു പരിപാടിയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പൂജപ്പുര എന്തായാലും ചരിത്ര വിജയമായിരിക്കും. ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു സംഭവം തന്നെയായിരിക്കും. ലക്ഷക്കണക്കിന് ഭക്തരായിരിക്കും 3 ദിവസം. ലക്ഷക്കണക്കിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 4 ലക്ഷം പേരെയാണ്.
3 ദിവസം കൊണ്ട് 4 ലക്ഷം പേരാണ് നമ്മളിവിടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വേൽ അഭിഷേകത്തിനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോഴത്തെ ശിവലിംഗമുണ്ട്, അത് അഭിഷേകമുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ഈ കാവടി 18-ാം തീയതി രാവിലെ കാവടി നവരാത്രി ഉത്സവത്തിനാണ് കാവടി വരുന്നത്. പക്ഷേ ഇക്കുറി കാവടി വരുന്നുണ്ട്. കാവടി വന്ന് കാവടി അഭിഷേകമുണ്ട്. എല്ലാ കാര്യവും സിസ്റ്റമാറ്റിക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മിറ്റി അംഗം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ സുരേഷ് ഉണ്ട്. ഫുഡ് സംവിധാനം രാവിലെ തന്നെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കല്ല ബാക്കിയുള്ള ഫുഡ് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആർക്കും ദാഹജലം നമ്മൾ നല്ല ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നമ്മൾ സ്റ്റീൽ ഗ്ലാസും സ്റ്റീൽ പ്ലേറ്റും ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ളം, ചൂടുവെള്ളം എല്ലാവർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആരും ഇതിൻ്റെ വന്ന് നിൽക്കുന്ന ഒരു ഭക്തനും ഇവിടുന്ന് പുറത്ത് പോയി വെള്ളം കുടിക്കേണ്ട അവസ്ഥയില്ല. അതിനുള്ള മെഡിക്കൽ ക്യാമ്പ് തന്നെ 4 ഇടത്ത് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ തന്നെ 2 ഇടത്ത് മെഡിക്കൽ ഡോക്ടറും അതിനുള്ള ആംബുലൻസ് സജ്ജീകരണമുണ്ട്. ഒരു ടീം വെളിയിലുണ്ട്. ഒരു ആൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം ഒന്നടങ്കം ഇതങ്ങ് ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ പൂജപ്പുര നിവാസികൾ ഇതങ്ങ് ഏറ്റെടുത്തു. ഇവിടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ മുരുകൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ മുരുകൻ ഇവിടെ വന്നപ്പോൾ അവർക്കിത് അവരൊരു ഉത്സവമായിട്ട് ശരിക്കും ഞങ്ങളെ സംഘാടകരാണെങ്കിൽ പോലും നമ്മളല്ല സംഘാടകരാണെങ്കിൽ ഞങ്ങളല്ല നടത്തുന്നത്. ഇവിടെ ജനം ഏറ്റെടുത്തു എന്ന് വേണം ഇതിനെ വിശേഷിക്കാൻ. തീർച്ചയായും അശ്വതി അത് തന്നെയാണ് പറയുന്നത്. ഇത് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളെങ്കിൽ പോലും ഈ ആദ്യ മണിക്കൂറുകളിൽ പോലും ഭക്തർ ഏറ്റെടുത്തു, നാട്ടുകാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ സംഘാടകരടക്കം പറയുന്നത്. ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 3 ദിവസവും 4 ലക്ഷത്തിലധികം ഭക്തരാകും ഇങ്ങോട്ടേക്ക് എത്തുക. വിവിധ പൂജകൾ, വിവിധ ഹോമങ്ങൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ അന്താരാഷ്ട്ര മുരുക സംഗമവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. വേലടക്കം ഇഞ്ഞു കൊണ്ടുവന്ന് പൂജ ചെയ്യുന്ന ഒരു ചടങ്ങുകളടക്കം ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ മഠങ്ങളുടെ സന്യാസി വരന്മാർ ഇങ്ങോട്ടേക്ക് എത്തും. ഇന്ന് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗണപതി ഹോമ ചടങ്ങുകൾ നടന്നിരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും വലിയ തരത്തിൽ ഭക്തർ എത്തിയ കാഴ്ചയാണ് നമുക്ക് ആ സമയത്ത് കാണാൻ സാധിച്ചത്. ഇപ്പോഴും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഗണപതി ഹോമ പ്രസാദം വാങ്ങിക്കുവാനും ഒപ്പം തന്നെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഭക്തരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രഹ്മാണ്ഡമായ ഒരു സ്റ്റേജിലാണ്, ഈ ഒരു വേദിയിലാണ് ഇന്ന് എല്ലാ പരിപാടികളും നടക്കുക. കലാപരിപാടികളും ഒപ്പം തന്നെ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. വൈകിട്ട് 6 മണിക്കാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജന നടക്കുന്നത്.